ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിച്ചു എങ്ങനെയാണ് നമ്മളൊരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയങ്ങളെ അടക്കി ആ സ്വരൂപത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുകയാണ്, കരണവും ഇന്ദ്രിയവും കളേഭരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേരിടേണം. അപ്പം ഇവിടെ കരണവും ഇന്ദ്രിയവും കളേഭരം തൊട്ടറിയും. അപ്പം ഇവിടെ നമ്മളുടെ കരണം എന്ന് പറയുന്നത് നമ്മുടെ അന്ധകരണങ്ങളാണ്. മനസ്സും ബുദ്ധിയും ഇതെല്ലാം ചേർന്നതാണ്. ഇത് അന്ധകരണങ്ങൾ എപ്പോഴും നമ്മളെ വെളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ വാസനകൾക്കനുസരിച്ച് അത് നമ്മളെ വഴിതെറ്റിച്ചു പോകും. സദ്വാസനകളാണെങ്കിൽ നമ്മൾക്ക് നല്ല വഴിക്ക് പോകാൻ പറ്റും. പക്ഷെ മിക്കവാറും അങ്ങനെയുള്ള സദ്വാസനകളല്ല. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് ഗുരു പറയാണ്. ശരീരം കളേഭരം തൊട്ടറിയും. ഇപ്പം നമ്മളുടെ അന്ധകരണത്തോടൊപ്പം തന്നെ ശരീരവും ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്. ഇതിനെ എല്ലാം നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ പൊതുവെ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ള, നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്ത രീതിയിലേക്ക് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾക്ക് മാറ്റി യഥാർത്ഥ സത്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതാണ് പ്രധാനമായിട്ട് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത്. അനേക ജഗത്ത് ഇവിടെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി നമ്മൾക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരു തലം പൊതുവെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഈ അനേക ജഗത്ത് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. വേറെ ഏതെങ്കിലും ലോകങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ സൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് ലോകങ്ങളെക്കുറിച്ച് മഹർഷിമാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിവേകം ഉപയോഗിച്ച്, ഇപ്പോൾ സ്വർഗകാമോ യജേത എന്ന് ഉപനിഷത്തിലൊക്കെ വേദത്തിലൊക്കെ പറയുന്നുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്യണം. ഈ യജ്ഞം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലോകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ദേവതാലോകം, മറ്റുള്ള ഓരോരോ ലോകങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ അതുകൊണ്ട് അനേക ജഗത്തും ഓർക്കിലെല്ലാം എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തലങ്ങളെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമല്ല ലോകമെന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും കണ്ണുള്ളത് കൊണ്ട് ഈ കണ്ണുള്ളവൻ്റെ ലോകം വ്യത്യസ്തമാണ് കണ്ണില്ലാത്തവൻ്റെ ലോകത്ത് നിന്നും. അപ്പോൾ കണ്ണ് ജന്മനാ ഇല്ലാത്ത, കാഴ്ചശക്തി ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ പ്രകാശത്തെക്കുറിച്ചും ഇവിടുത്തെ വസ്തുക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ അയാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകില്ല. എന്തുകൊണ്ടാണ്? അയാൾ ജനിച്ചന്ന് തുടങ്ങി അയാൾ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ണുള്ളവൻ്റെ ലോകവും കണ്ണില്ലാത്തവൻ്റെ ലോകവും വ്യത്യസ്തമാണ്. അപ്പോൾ തന്നെ വേറെ ലോകങ്ങളായി കഴിഞ്ഞു ഭൗതികമായ രീതിയിൽ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആധുനിക സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ എക്സ്റേയും അതുപോലെ തന്നെ സ്കാനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ നമ്മളിന്ന് നമ്മുടെ ശരീരത്തെ കാണുമ്പോൾ നമ്മൾക്ക് സ്ഥൂലമായ ശരീരത്തെ കാണാം. പക്ഷേ നമ്മുടെ കണ്ണിൽ പിടിപ്പിച്ചിരിക്കുന്നത് എക്സ്റേ രശ്മികളാണെങ്കിലോ
നമ്മൾ കാണുന്ന വ്യക്തികളെ അസ്ഥികൂടമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാഴ്ചയുടെ പരിമിതി തന്നെ വളരെയധികം വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെയുള്ള ലോകത്തെ ജഗത്തും ഓർക്കിലെല്ലാം എന്താണ് ഇത്? പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടണം. ഇതെല്ലാം ആ ഭാനുമാൻ്റെ, പരവെളിയിൽ ഉയർന്ന ഭാനുമാൻ്റെ തിരുവിളയാടലാണ്, ഒരു നാടകമാണ്, ഒരു ലീലയാണ് എന്ന് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഈ ഭൗതികമായ നമ്മളുടെ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ പരക്കം പാഞ്ഞു പോവുകയാണ്. എത്രമാത്രം അസ്വസ്ഥരാണ് ഇന്ന് മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അപ്പം ഇത്രയും അസ്വസ്ഥമാകാൻ കാരണം എന്താണ്? ഇങ്ങനെ ഒന്ന് തിരഞ്ഞ് തേറിട്ടാൽ, അന്വേഷിച്ചാൽ അവന് ലഭിക്കാവുന്ന ശാന്തിയും സമാധാനവും ഉള്ളൂ. പക്ഷെ അത് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ അന്ധകരണങ്ങളുടെ വെളിയിലേക്കുള്ള ഓട്ടം ഈ ശരീരത്തെ, ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ്. പക്ഷേ അതൊരിക്കലും എന്താവുന്നില്ല, തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്ധകരണങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ, അതിന് അറിവ് കൊടുത്താൽ, ഇതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് ആ പരമ്പൊരുളാണ്, ആ ഭാനുമാനാണ്, ആ സൂര്യനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത മാറണം എന്നുകൂടി ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.